ഹലോ ഓൾ. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ബർത്ത്ഡേ വ്ളോഗാണ്. അതിനുവേണ്ടി ഞാനും പൊന്നൂസും രാവിലെ തന്നെ നീണ്ടാറിലോട്ട് പോവാണ്. ബർത്ത്ഡേ വേറെ ആരുടെയല്ല, ഇന്ന് പപ്പായുടെയും പ്രിയയുടെയും ബർത്ത്ഡേ ആണ്. ഇന്നെന്ന് ഉദ്ദേശിക്കുന്നത് മാർച്ച് 29 കേട്ടോ. പപ്പ ഡ്യൂട്ടിക്ക് പോയിട്ട് വരാനായിട്ട് ഒരുപാട് താമസിക്കുമെന്ന് പറഞ്ഞു. എനിക്കൊന്ന് ഉച്ച കഴിയുമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ മമ്മി പറഞ്ഞു, നിങ്ങൾ രണ്ടുപേരും ഒന്ന് നീണ്ടാറിലോട്ട് രാവിലെ തന്നെ പൊയ്ക്കോ, മമ്മി പപ്പ വരുമ്പോൾ കൂടെ വരാമെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ ഞാനും പൊന്നൂസും നേരത്തെ തന്നെ നീണ്ടാറിലോട്ട് വന്നു. പ്രിയയും കുറച്ച് ദിവസം കഴിയുമ്പോൾ അങ്ങ് ദുബായിലോട്ട് തിരിച്ചു പോകുമെന്ന് പറഞ്ഞു. അപ്പം കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ വന്ന സമയത്ത് അവൾക്ക് പൊന്നൂസിനോട് നന്നായിട്ടിരിക്കാൻ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയില്ല. അപ്പം ഞങ്ങൾ വിചാരിച്ചു പിന്നെ പ്രാവശ്യം വന്നിട്ട് ആ ഒരു പരാതി അങ്ങ് തീർത്തു കൊടുക്കുകയാണ്. ബർത്ത്ഡേ ആയിട്ട് വന്ന പാടെ തന്നെ പൊന്നൂസ് അവളുടെ ഗിഫ്റ്റ് എടുത്ത് പ്രിയയ്ക്ക് കൊടുത്തു. ഈ പ്രിയയും പൊന്നൂസും നമ്മളുടെ ബോണ്ടിങ് എന്ന് പറയുമ്പോൾ കുറച്ച് സ്പെഷ്യലാണ്. കാരണം അത് നമുക്ക് തന്നെ കണ്ടു നിൽക്കുമ്പോൾ അസൂയ തോന്നുന്ന രീതിക്കുള്ളതാണ്. അവൾക്കും ഗിഫ്റ്റ് ഒരുപാട് ഇഷ്ടപ്പെട്ടെന്നാണ് പറഞ്ഞത്. കേട്ടതിൽ ഒരുപാട് സന്തോഷം. എന്ത് ഗിഫ്റ്റ് കൊടുക്കുമെന്ന് ഇങ്ങനെ ആലോചിച്ചിരുന്നപ്പം എനിക്ക് കൂടുതലും ഇഷ്ടം ഈ ഫോട്ടോ ഫ്രെയിംസ് കൊടുക്കുന്നതാണ്. അതാകുമ്പം നമ്മളിപ്പോൾ വേറെ എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ അതൊരു സമയം കഴിയുമ്പോൾ അതങ്ങ് ചീത്തയായിപ്പോവും. പക്ഷേ ഈ ഫോട്ടോ ഫ്രെയിംസ് എന്ന് പറയുമ്പോൾ നമുക്ക് എപ്പോഴും ഒരു മെമ്മറി അല്ലേ. അതുകൊണ്ട് ഞാൻ എപ്പോഴും കൂടുതൽ ഫോട്ടോ ഫ്രെയിംസിനോടാണ് എനിക്കൊരു താല്പര്യം കൂടുതൽ. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഫോട്ടോ ഫ്രെയിം തന്നെ കൊടുക്കാമെന്ന് വിചാരിച്ചത്. പൊന്നൂസ് ഭയങ്കര ഹാപ്പി ആയിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ മൂന്നുപേരുടെയും ഫോട്ടോ ആണ് ഞാൻ അതിനകത്ത് വെച്ചിരിക്കുന്നത്. അതായത് അച്ഛൻ്റെയും പ്രിയയുടെയും പൊന്നൂസിൻ്റെയും ഫോട്ടോ ആണ് വെച്ചിരിക്കുന്നത് അതിനകത്ത്. അത് കണ്ട് അവൾക്ക് തന്നെ ഭയങ്കര സന്തോഷമായിരുന്നു. കടയിൽ വെച്ച് നിനക്ക് തന്നെയായിരുന്നു. കടയിൽ വെച്ച് അവർ ആ ഒരു ഫോട്ടോ ഫ്രെയിം കാണിച്ച സമയത്ത് എൻ്റെ ഷോർട്സിൽ ഇതിട്ടിട്ടുണ്ട്. പൊന്നൂസ് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് അവിടെ നിന്ന് ഉമ്മോടുപ്പം ആ ഫോട്ടോയും കൊണ്ട് ഇറങ്ങി ഓട്ടോ ഒക്കെ ആയിരുന്നു. ശരിക്കും പറഞ്ഞാൽ അത് ആ ഒരു ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് അവർ തമ്മിൽ ആ ഒരു ബോണ്ടിങ് ഒരു പ്രത്യേകത തന്നെയാണ്. കാരണം ഇപ്പം ഞാൻ ആ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ പോലും പ്രിയയെ കണ്ടു കഴിഞ്ഞാൽ പൊന്നൂസ് എന്നെ മൈൻഡ് പോലും ചെയ്യത്തില്ല. കൂടുതലും ഇപ്പം പ്രിയ ഇപ്പം സ്ഥലത്തും കൂടി ഇല്ലാത്തത് കൊണ്ട് അതിപ്പോൾ എനിക്കൊരു വീഡിയോ എടുത്ത് കാണിച്ചു തരാനും എനിക്കറിയത്തില്ല. പ്രിയ എന്നൊരു വാക്ക് എവിടെ കേട്ടാലും പൊന്നൂസിൻ്റെ മുഖത്ത് ആ വരുന്നൊരു സന്തോഷവും അതൊന്ന് കാണേണ്ടത് തന്നെ അത്. പിന്നെ ഗിഫ്റ്റ് കൊടുത്ത സമയത്ത് ഞങ്ങൾ വിചാരിച്ചു അച്ഛനെ കൂടി ഒന്ന് വിളിച്ച് കാണിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അച്ഛൻ വീഡിയോ കോൾ ചെയ്ത സമയത്ത് പൊന്നൂസ് ഫോട്ടോസ് കാണിച്ചു കൊടുത്ത് അതിൽ ആരൊക്കെയാണെന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്ന സീനാണ് ഈ കാണുന്നത്. അവൾക്ക് തന്നെ ആ ഒരു സന്തോഷം ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ ആയിരുന്നെന്ന് തോന്നുന്നു. എന്തൊക്കെയോ അച്ഛനടുത്ത് പറയാൻ ശ്രമിക്കുന്നുണ്ട് ആള്. മുറുക്കി പിടി മുറുക്കി പിടി. ആരാ പൊന്നോ? ആരത്? ചെക്കനാന്നത്, ചെക്കനും മോളാണ്. ആരാ പൊന്നാ? തുണി കഴിവ്, തുണി കഴിവ്, കഴിവേ, തുണി കഴിവേ, അടിച്ചു കഴിവണേ. ഇങ്ങനാണോ അടിച്ചു കഴിവുന്നത്? എന്ത് ആന്നാ? ഇല്ല ഇപ്പൊ ഒരു മിനിറ്റ് ഓർക്കട്ടെ. മിക്സ് ചെയ്യല്ലേ ഇതൊന്നും. നീ ഇതാണോടി കുടിക്കുന്ന ചുമയുടെ? നല്ല മരുന്നത്. എനിക്ക് എപ്പോഴാണ് ഡോക്ടർ തരുന്നത്?
ഡേ 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 കൊണ്ട് അകത്തോണ്ട് പോയി പരിശോധിക്ക്. തൊട്ടുനോക്ക്, പനിയുണ്ടോന്ന്? ഉണ്ടോ? ഉണ്ട്. ഓ, ചൂടുണ്ട്. ആ കിട്ടി. യോ എന്തൊക്കെയാ കൊണ്ടുവരുന്നത്? ഇതെന്താ എന്റെ നാളെ നടക്കുന്ന? അപ്പാപ്പന്റെ എൻട്രി കൂടി പറ. പൊന്നൂസ് പറയുന്നില്ലേ? ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് തന്നെ പപ്പായും മമ്മിയും ഒരു 5:30-6 മണിയായി തോന്നുന്നു വീട്ടിലോട്ട് എത്തിയപ്പോൾ തന്നെ. കുറേ നേരം കഴിഞ്ഞ് അപ്പാപ്പനെയും അമ്മമ്മയും കണ്ടതിൻ്റെ ഒരു സന്തോഷത്തിലാണ് പൊന്നൂസ്. പപ്പായെ നേരെ ഓടിപ്പോയി വിഷ് ചെയ്യുകയാണ് ആൾ ചെയ്യുന്നത്. ഇനി ആളുകൾ വരാനുണ്ടായിരുന്നു. അച്ഛൻ്റെ പപ്പായും അമ്മയും ചേച്ചിയും ചേച്ചിയുടെ ഹസ്ബൻഡും മക്കളും ഒക്കെ വരാനുണ്ടായിരുന്നു. അവരെല്ലാവരും വന്നതിന് ശേഷം നമ്മൾ കേക്ക് കട്ടിങ് ഉണ്ടായിരുന്നുള്ളൂ. അയ്യോ എന്റെ പൊന്നേ, കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും അവരെല്ലാവരും തന്നെ വന്ന്. ഇതാണ് ചേച്ചിയുടെ മക്കളാണ് ഇത് രണ്ടുപേരും. പൊന്നൂസിന് ഇങ്ങനെ ആരെങ്കിലും കൂടെ കളിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളെ ഭയങ്കര ഇഷ്ടമാണ് പൊന്നൂസിന്. അവരുടെ ഭാഷയിൽ അവരെന്തൊക്കെയോ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ എല്ലാവരും വന്ന ഉടനെ തന്നെ നമ്മൾ പിന്നെ കേക്കൊക്കെ കട്ട് ചെയ്ത്, ഇതായിരുന്നു പ്രിയക്ക് മേടിച്ച കേക്ക്. പിന്നെ മമ്മി വീട്ടിൽ നിന്ന് തന്നെ പായസമൊക്കെ ഉണ്ടാക്കിക്കൊണ്ടാണ് വന്നത്. കാരണം പപ്പ എന്തായാലും വരാൻ ലേറ്റ് ആവുമല്ലോ. അപ്പോൾ പിന്നെ ആ സമയത്ത് മമ്മി വീട്ടിൽ നിന്ന് തന്നെ പായസമൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് വന്ന്. പ്രിയയ്ക്ക് മമ്മി ഉണ്ടാക്കുന്ന പായസം ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവളൊരു ആഗ്രഹം പറഞ്ഞ് മമ്മി ഉണ്ടാക്കുന്ന പായസം കുടിക്കണമെന്ന്. അപ്പോൾ അങ്ങനെ പിന്നെ മമ്മി തന്നെ ചെയ്തിട്ട് വന്ന്. അച്ഛനില്ലാത്ത വിഷമം ഞങ്ങൾ പിന്നെ വീഡിയോ കോളോടെ അങ്ങ് തീർത്തു. കാണിക്കാണി നിന്നെ. അതെന്താ കയ്യിരിക്കുന്നത്?
അയ്യോ അതിനിപ്പോ എന്താ വീഡിയോഗ്രാഫറെ പരിഗണിക്കണേ. ആരാച്ചും പറയുന്ന അശോ മമ്മി കഴിക്കുന്ന എടുത്തില്ല, ചുമ്മാ ഞാൻ എടുത്ത്. അതൊന്ന് കാണിച്ചാ കെട്ടുവിനെ കാണിക്കണ്ടേ പ്രിയയുടെ. ഓക്കെ ഓക്കെ ഓക്കെ. ചേട്ടൻ കൊടുത്താ? അല്ല ചേട്ടൻ കൊടുത്തോന്നു. കൊടുത്തില്ലല്ലോ. പോ, ഞാൻ നീ കൂടി എന്റെ കൂറ് പക്ഷെ എന്റെ എടുക്കണ്ട. പെണ്ണ് കാണാൻ വരുന്ന കൊള്ളത്തില്ല. പെണ്ണൊരു അടക്കം ഒതുക്കില്ല. അങ്ങനെ ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞ് ഓരോരുത്തരുടെ പോകാൻ തുടങ്ങി. അപ്പം ഞങ്ങളും ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങളും പോകാമെന്ന് വിചാരിച്ചു. കുഞ്ഞാടെ വീട്ടിൽ നിന്ന് തന്നെ പൊന്നൂസ് നല്ല ഉറക്കമായിരുന്നു. അതുകൊണ്ട് പപ്പായോട് കേക്ക് കട്ട് ചെയ്യാനായിട്ട് പൊന്നൂസ് ഇല്ലായിരുന്നു. ഇനി അങ്ങോട്ട് പ്രത്യേകിച്ചൊന്നുമില്ല. കേക്ക് കട്ടിങ്ങിന് ശേഷം ഞങ്ങൾക്ക് കൊടുക്കാനുള്ള ഗിഫ്റ്റൊക്കെ പപ്പായ്ക്ക് കൊടുത്തു. പപ്പ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അതിൽ പപ്പായ്ക്ക് ഞങ്ങളൊരു ഫോട്ടോ ഫ്രെയിം പ്ലാൻ ചെയ്തായിരുന്നു. ഞങ്ങളല്ല, മമ്മി. ആ ഫോട്ടോ ഫ്രെയിം പപ്പായ്ക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പപ്പായും മമ്മിയും പൊന്നൂസും നിൽക്കുന്നൊരു ഫോട്ടോയാണ്. അപ്പം അത് പപ്പായ്ക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പം എന്താ, ഇന്നത്തേക്ക് ഇത്രയും വിശേഷങ്ങളൊക്കെയേ ഉള്ളൂ. കേക്ക് കട്ടിങ്ങോട് കൂടി ഇന്നത്തെ ഒരു ദിവസം തീർന്നു. നല്ലൊരു ദിവസമായിരുന്നു. ഭയങ്കര ഹാപ്പി ആയിരുന്നു എല്ലാവരും. കുറച്ച് ആൾക്കാർ ഈ വീഡിയോയിൽ മിസ്സിങ് ആണ്, പക്ഷെ എന്നാലും ഓക്കെ. അപ്പം ബാക്കി വിശേഷങ്ങളൊക്കെ ഇനി വരുന്ന വീഡിയോസിൽ കാണാം. ഓക്കെ ദെൻ. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ എൻ്റെ വീഡിയോസിൽ എന്തെങ്കിലും കുറ്റങ്ങളോ കുറവുകളോ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് എന്നോട് പറയുക. ഞാനത് ഇമ്പ്രൂവ് ചെയ്യുന്നതായിരിക്കും. കാരണം ഒരുപാട് ആൾക്കാർ അങ്ങനെ പറയുന്നുണ്ട്. എന്തെങ്കിലും മിസ്റ്റേക്ക് കണ്ടു കഴിഞ്ഞാൽ അത് ചൂണ്ടിക്കാണിക്കുകയും കുറച്ചുകൂടെ ഈ ഒരു പോർഷൻ ഇമ്പ്രൂവ് ആവാമായിരുന്നു, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരുപാട് സജഷൻസും പറഞ്ഞു തരാറുണ്ട്. സോ അപ്പം അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും അതിനെ മാറ്റം വരുത്തുന്നതായിരിക്കും. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കണ്ട ആൾക്കാരാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ ഓക്കെ, ഇന്നത്തേക്ക് ഇത്രയും വിശേഷങ്ങളേ ഉള്ളൂ. ഓക്കെ ദെൻ ബൈ.